പോകാന്ന് പറഞ്ഞ വിചാരിക്കും. ചില സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കുമ്പോഴേ എനിക്കൊന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ചേച്ചി. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. മോന് ഇന്നലെ സ്കൂളിൽ നിന്ന് കുറച്ച് അരി കൊണ്ടുവന്നു. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് അരി റേഷൻ കടയിൽ നിന്ന് കിട്ടും. എന്നോട് പിന്നെ വല്ലവരും ചോദിക്കും അരി വേണോ. ചേച്ചിക്ക് എന്താണ് ആവശ്യമായിട്ട് അരിയും അത്യാവശ്യം സാധനങ്ങളും ഒക്കെ ഇവിടെ കയറി വാങ്ങിച്ചോ, ഞാൻ ക്യാഷ് കൊടുത്തേക്കാം. പൈസ മോനെ അത് വേണ്ട, ഇതെടുത്തോ, 10ൻ്റെ എടുത്തോ. അപ്പോൾ അത് ഇത് അമ്മയുടെ വെച്ചു കേട്ടോ. ഇത് ഈ മോൻ്റെ ഒരു ചെറിയ ഇതാ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പുല്ലുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ ഒരു ചേച്ചിയെ കണ്ടു. കയ്യിലുള്ളത് ലോട്ടറി ടിക്കറ്റുകളാണ്. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ആ ഒരു മുഖത്ത് ഒരു വലിയൊരു മുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ചേച്ചിയുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ ഒരു ലോട്ടറി ടിക്കറ്റുകളാണ്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സുമീന്നുണ്ട്, സിന്ധുന്നുണ്ട്. ഓക്കെ. ചേച്ചിയുടെ ഈ ഒരു ഇവിടെ എന്ത് പറ്റിയതാ? മോനെ അതൊരു 10-11 വയസ്സായപ്പോൾ ആയതാ. 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത്. ഇത് ഞരമ്പേല. ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒത്തിരി പൈസ ആകുമെന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തത് കൊണ്ട്. പിന്നെ എൻ്റെ മക്കൾ 2 പേരും ഉണ്ട്. അവരെ ഓർത്താ ഇപ്പം ഞാനൊന്നും ചെയ്യാത്തത്. മക്കൾക്ക് എത്ര വയസ്സൊക്കെ ഉണ്ട്? ഒരാൾക്ക് 12 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്. ചേച്ചിയുടെ ഈ ഒരു ഭാഗത്തെന്ന് പറയുമ്പോൾ മുഴ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഞരമ്പേല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിലാണ് ചേച്ചി ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട് പോകുന്നത് അല്ലേ? ചേച്ചി എവിടൊക്കെയാണ് ലോട്ടറി വിൽക്കുന്നത് സാധാരണ? ഞാൻ ആ പമ്പിലും വിൽക്കും, അല്ലാതെ ഇവിടൊക്കെ നടന്ന് വിൽക്കുകയൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്താണ് ജോലി, എന്താണ്? ഹസ്ബൻഡിന് നേരത്തെ മൈക്കാടായിരുന്നു. അപ്പം മോളെ പ്രസവിച്ച് കഴിഞ്ഞ് 12 വർഷത്തോളമായി. ആ കാല് വയ്യ ഒരു മുറിവായിരുന്നു. അത് മുറിച്ച് കളയേണ്ട സാഹചര്യം വന്നു. പുഴു വരെ ഞൊരച്ചതാ. വേലഞ്ചിറ ആശുപത്രി കൊണ്ടുവന്ന് അതിനെല്ലാം എടുത്ത് കാല് ഞങ്ങൾ കടവും മേടിച്ച് ഞങ്ങൾ നോക്കാവുന്ന പരമാവധി ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുക. അല്ലാതെ ഒരു വയ്യാഴിയൊക്കെ ഉണ്ട്. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഈ ചേച്ചി ഈ ഒരു മുഴയൊക്കെ ഈ കവിളത്തുണ്ട്. അപ്പം ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം അത് ഓപ്പറേറ്റ് ചെയ്തതാണ് അല്ലേ ചേച്ചി? 3 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പം ചേച്ചിയുടെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ മക്കൾ 2 പേരാണല്ലേ? അപ്പോൾ ഈ 2 മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഈ ലോട്ടറി ടിക്കറ്റുകൾ ചേച്ചി വിൽക്കുന്നത്. അപ്പം കയ്യിലുള്ളതെന്ന് പറയുമ്പം കുറച്ച് ലോട്ടറി ടിക്കറ്റുകളുണ്ട്. ഒരു ദിവസം എത്ര ലോട്ടറി ടിക്കറ്റ് എടുക്കും? ഒരു ദിവസം 90-60 ഒക്കെ എടുത്ത് അത്രയും ചെലവാകത്തില്ല. വരും. ആ പ്രൈസ് കുറവ്. ചേച്ചിക്ക് പിന്നെ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത് ഇതുപോലെ ചേച്ചി ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ട് അവരാണോ വാങ്ങിച്ചു തരുന്നത്? പരിചയപ്പെട്ട്. മോൻ പറഞ്ഞില്ലേ കൊച്ചിന്റെ പേര്, അതും അതെ അതെ അതെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ, ഷോജി രവി, യൂട്യൂബറാണ്. അപ്പം അദ്ദേഹമാണ് ഈ ഒരു ചേച്ചിയുടെ സാഹചര്യം എന്നോട് പറയുന്നത്. അത്രയ്ക്കും പ്രധാനമായിട്ടുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചേച്ചിയെ തേടി വന്നത്. ചേച്ചി, ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇതിപ്പോ എത്ര ടിക്കറ്റ് ഉണ്ട്? 4 ടിക്കറ്റ് അല്ലേ? ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിച്ചു തരട്ടെ കടയിൽ നിന്ന്. തൊട്ടുപുറയിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ചേച്ചിക്ക് കുറച്ച് സാധനം വാങ്ങിച്ചു കൊടുക്കാൻ. ചേച്ചി വീട്ടിലേക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആണല്ലേ? മോന് ഇന്നലെ സ്കൂളിൽ നിന്ന് കുറച്ച് അരി കൊണ്ടുവന്നു. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് അരി റേഷൻ കടയിൽ നിന്ന് കിട്ടും. എന്നോട് പിന്നെ വല്ലവരും ചോദിക്കും അരി വേണോ. അങ്ങനെയുള്ളവരൊക്കെ വാങ്ങിച്ചു തരുന്നല്ലേ? പിന്നെ ഞാൻ അന്നേരം ചേച്ചിക്ക് എന്താന്ന് വെച്ചാൽ എടുത്തോ കേട്ടോ. വീട്ടിലേക്ക് ചേച്ചിക്ക് എന്താണ് ആവശ്യമായിട്ട് അരിയും അത്യാവശ്യം സാധനങ്ങളും ഒക്കെ ഇവിടെ കയറി വാങ്ങിച്ചോ, ഞാൻ ക്യാഷ് കൊടുത്തേക്കാം. പൈസ മോനെ ചേച്ചിക്ക് എന്താ വേണ്ടത്? 5 കിലോ അരി. 5 കിലോയുടെ പാക്കറ്റ് എടുത്താൽ പോരെ? ഏത്? അത് വേണ്ട, ഇതെടുത്തോ, 10ൻ്റെ എടുത്തോ. പിന്നെന്താ വേണ്ടേ? സാധനങ്ങൾ വേണോ? മക്കൾക്ക് ബിസ്ക്കറ്റ് വേണ്ടേ? എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല മോനെ. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളതാ മോനെ. കിടക്കടം പോലും ഇല്ലാതെ അലയുവാ അവള്. ഞാൻ അതിനെ കണ്ട നാൾ മുതൽ അതിൻ്റെ അവസ്ഥകൾ വളരെ ശോചനീയമായിട്ടുള്ളതാണ്. എന്തെങ്കിലും പൈസ ഈ ലോട്ടറിയിൽ നിന്ന് അടിക്കുന്നത് അതുകൊണ്ടൊക്കെയായിരുന്നു. ഡ്രസ്സ് ഞാൻ കൊടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ അത് ഇട്ടേക്കുന്നത്. അതുപോലെ ആരോടെങ്കിലും ഒക്കെ എനിക്കറിയാവുന്നവരോടെ ഞാൻ പറഞ്ഞ് അവർ തരുന്ന ഉപകാരങ്ങൾ ഞാൻ മേടിച്ച് അതിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ദിവസവും ഇപ്പം ഞാനാണ് അതിന് ആഹാരം രാവിലെ
കൊണ്ടുവന്ന് കൊടുക്കുന്ന അത് ജോലി കഴിയുന്നുണ്ടെങ്കിൽ അത് കഴിക്കും. ഈ മുഴ എന്ന് പറയുന്നത് വീണ്ടും സർജറി ആണോ അല്ലേ? സർജറി ചെയ്താൽ എന്തോ ഇതാകുമെന്ന് അത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഭയം, അതുകൊണ്ടാണ് അത് ഭർത്താവിനും വയ്യാത്ത കാലൊക്കെ വെരിക്കോസ് വന്ന് ആകെപ്പാടെ ഇതായിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് നടക്കണേ ചേച്ചി വീട്ടിലോട്ട്. അപ്പോൾ ചേച്ചി എന്നും ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ലോട്ടറിയൊക്കെ വിൽക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? ആ, ചേച്ചിയുടെ സാഹചര്യം വളരെ മോശമാണ് കേട്ടോ. ചേച്ചി എന്നോട് ഒരുപാട് കാര്യങ്ങൾ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാകണം. ഞാനിപ്പോൾ ചേച്ചിയുടെ വീട് തിരക്കി വന്നതാണ് കേട്ടോ. ഈ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ചേച്ചി ലോട്ടറി വിൽക്കാനായിട്ട് പോകുന്നത്. മോനെ, എനിക്ക് ശരീരം കൊണ്ടും എൻ്റെ വയ്യാഴിക കൊണ്ടും എൻ്റെ മക്കളുടെ കാര്യം കൊണ്ടും എനിക്ക് ജീവിക്കണമെന്ന് പോലുമില്ല. ഞാൻ മരിക്കണമെന്ന് വരെ വിചാരിക്കും. ചില സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കുമ്പോഴേ എനിക്കൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചേച്ചി. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. എന്തായാലും ഈ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അവരൊക്കെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കാതിരിക്കത്തില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ഞാൻ ഇവിടെ ഒരുപാട് പേർക്ക് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ടാണ്. എല്ലാവരും പറയുന്നതെന്ന് പറയുമ്പം ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കണമെന്നാണ്. കാരണം 2 കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ചേച്ചി. സ്കൂളിലെ സാറന്മാർ എല്ലാവരും ഹെൽപ്പ് ചെയ്യും അല്ലേ? അവരൊക്കെ ഇത്രയും നാള് ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ വേലെടുക്കുന്നത് മരുന്നിന് മാത്രമേ മുഴുക്കത്തുള്ളൂ മോനെ. ഇപ്പം പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇത് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മക്കളെ കണ്ടിട്ടാണ് ചേച്ചി, പേടി കൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ. എന്തായാലും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതുവാണ്. എടുത്തു വെച്ച് നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ. വയ്യാതിരിക്കും. അണ്ണൻ മൈക്കാടിന് പോകുന്നതായിരുന്നു. അണ്ണനിപ്പം ജോലി ചെയ്യാൻ വയ്യ. പിന്നെ അണ്ണൻ ഇച്ചിരി കുറിയെടുക്കും, അത് ഇപ്പം ഇടയ്ക്ക് വിൽക്കും, അത് നഷ്ടം വരും. നമ്മളിപ്പോ താമസിക്കുന്ന വീട് ലൈഫിന്റെ വീടാണോ? ഞങ്ങളുടെ അമ്മയുള്ളപ്പം കിട്ടിയതായിരുന്നു. കിട്ടിയ വീടാ അല്ലേ? 27,000 രൂപയ്ക്ക് കിട്ടിയത്. ഞങ്ങൾ അറ്റകുറ്റപ്പണിയും ഒക്കെ ചെയ്ത ആ വീടായിരുന്നു. ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. ഇതാണോ മോള്? ഇത് ചേട്ടനല്ലേ? ചേട്ടനാണ് ബുദ്ധിമുട്ട്, മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഈ വയറ് ഭാഗത്ത് അങ്ങനെ ഇപ്പൊ നീരുണ്ട്. ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും. ഇതാണ് മോള് കേട്ടോ. അപ്പം ചേച്ചിയുടെ വീട് തേടി ഞാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ചേച്ചിക്ക് വേണ്ടി ഉണ്ടാകണം. അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കുടുംബമാണ്. ചേച്ചിയുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ എനിക്കും തരണം. ഗൂഗിൾ പേ ഉണ്ടോ? ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഈ ചേച്ചിയെ സഹായിക്കണം. 2 മക്കളാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. മോടെ പേരെന്താ? ആർഷ. ആർഷ മീനൊക്കെ വളർത്തുവോ? ചേട്ടനാണോ ഗോൾഡ് ഫിഷ് വളർത്തുന്നത്? അപ്പോൾ എന്തായാലും ചേച്ചി എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ലോട്ടറിയുടെ എത്ര രൂപയായിരുന്നു? അത് 200. ഈ 500 രൂപ വെച്ച കയ്യിൽ വെച്ചോ കേട്ടോ. ഞാൻ പോയിട്ട് വരാം കേട്ടോ. മോളെ പോയിട്ട് വരട്ടെ. എൻ്റെ മോളെന്നോട് പറയാം, ഞങ്ങൾക്ക് ഈ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് അടയ്ക്കാഞ്ഞത്. ഞങ്ങളൊരു 10-11 ആശുപത്രി പോയിട്ടുണ്ട്. ഈ അണ്ണനെയും കൊണ്ട് എനിക്കും മരുന്ന്, കുഞ്ഞുങ്ങൾക്കും മരുന്ന്. അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മേ നമ്മൾ ഈ വയ്യാത്ത അച്ഛനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവും ചേച്ചി കേട്ടോ. പോയിട്ട് വരാം കേട്ടോ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ചേട്ടാ പോയിട്ട് വരാം.